ശത്രുവായ സാത്താൻ
Injil
പരിശുദ്ധ സഭ നിന്റെ നാമത്തിൽ പ്രകാശപൂരിതമാകണമേ. ശതാബ്ദിയുടെ ഈ വർഷം നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കണമേ. പരിശുദ്ധ ദേവമാതാവിന്റെയും മാതാനായുടെയും പരിശുദ്ധ സ്നേഹന്മാരുടെയും പ്രത്യേക പരിശുദ്ധ സഭയുടെ കാവൽപ്പിതാവായ മാർത്തോമാസ് ശ്ലീഹായുടെയും മാർ സ്തെഫാനോ സഹോദരന്റെയും മാർ ഗീവർഗീസ് സഹോദരന്റെയും മാർ ബഹനാൻ സഹോദരന്റെയും മാർ കുര്യാക്കോസ് സഹോദരന്റെയും പരിശുദ്ധ പരമന്മാർ ഗ്രിഗോറിയോസിന്റെയും മാർ തിരുനാസിന്റെയും പരിശുദ്ധ സഭയെ ഇന്നയോളം നയിച്ച എല്ലാ പിതാക്കന്മാരുടെയും മനക്കരയിൽ കാതോലിക്കയിൽ സ്ഥാപിക്കപ്പെട്ടത് മുതൽ സഭയെ നയിച്ച പരിശുദ്ധ കാതോലിക്ക ബാബാമാരുടെയും ശേഷം സർവ്വശക്തിമാന്മാരുടെയും ശുദ്ധിമതകളുടെയും മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. കർത്താവിന്റെ വലത്തിലേക്ക് നടത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്വലിക്കണമേ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്വലിക്കണമേ. ശ്രീഹന്മാരുടെ മേൽ ക്രിസ്തീയ കുടുംബത്തിന്റെ അടിസ്ഥാന പ്രമാണം
കുടുംബാനുണ്ടാകുവാൻ നീ കൃപ വിശ്വാസം പഠിപ്പിക്കുന്നതിനുള്ള താല്പര്യം കുടുംബാൻ നീ ഒഴിവാക്കുമാറാണമേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തിനെ ശരിയായി കാര്യങ്ങൾ ചെയ്യുവാൻ അഗ്രസർക്കാരം ആഗ്രഹിക്കുവാൻ എല്ലാ കുടുംബങ്ങളെയും നീ പ്രാപ്തരാക്കണമേ. സഭയെ നയിച്ച എല്ലാ ആത്മീയ പിതാക്കന്മാരെയും പ്രപഞ്ചന്മാർ, ഓർക്കിസ്കോപ്പമാർ, വൈദിക ക്ഷമാശന്മാർ, ഈ വൈദിക ഗണത്തെ മുഴുവൻ നമ്മൾ ഓർക്കുന്നു. കൂടാതെ അതിനുശേഷം നമ്മളിൽ വിശ്വാസികളായി ആ വർഷം വാങ്ങിപ്പോയ എല്ലാ പിതാക്കന്മാരെയും നമ്മുടെ മാതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കും.
വിശുദ്ധമായ ഭാരതസഭയെ അവിടുന്ന് കാത്തു വളർത്തണമേ. ഞങ്ങളുടെ അഹങ്കാരവും സ്വാർത്ഥതയും നിമിത്തം സഭയിൽ വന്നുകൂടിയിട്ടുള്ള സകല ഭിന്നതകളെയും തർക്കങ്ങളെയും ഇല്ലായ്മ ചെയ്യണമേ. പരിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിലും നേരായ മാർഗത്തിലും നടത്തുന്നതിന് അതിലിടയന്മാരെ പ്രാപ്തരാക്കണമേ. സഭയിലെ എല്ലാ ഇടവുകളെയും അനുഗ്രഹിക്കുകയും സഭാമക്കളെല്ലാവരെയും സത്യവിശ്വാസം പാലിക്കുന്നവരും സുഹൃത ജീവിതം നയിക്കുന്നവരുമാക്കി തീർക്കുകയും ചെയ്യണമേ. സത്യാരാധനയുടെയും സത്യവിശ്വാസത്തിന്റെയും പരിശുദ്ധാത്മാബലത്തിന്റെയും പരിമളവാസന കൊണ്ട് നിന്റെ സഭയെ നടക്കണമേ. സഭയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സുവിശേഷ മേഖലകളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. മാർത്തോമാ സ്ലീഹായ സ്ഥാപിതമായി സഭയെ ഒരു മാതൃകാ സഭയായി മിഷണറി സഭയായി ഉയർത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കണമേ. പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാസ് പൗലോസ് തിരുമേനിയും പരിശുദ്ധ വലിയവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരെയും വൈദിക ജനത്തെയും വിശ്വാസികളുടെ സംഘത്തെ ദിവാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയിലെ എല്ലാ ഭരണകർത്താക്കളെയും ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. വൈദിക സെമിനാരികൾ, ഉല്ലാസങ്ങൾ, മഠങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളെയും അവിടുന്ന് വളർത്തണമേ. സൺഡേ സ്കൂൾ, സ്വാനിക ബാലസമാജങ്ങൾ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, മർദ്ദമറിയും വനിതാ സമാജം, പ്രാർത്ഥനായോഗം, ദിവ്യബോധനം, വയോജന പ്രസ്ഥാനം, സുവിശേഷ സംഘങ്ങൾ, മാനവ വിഭവശേഷി വികസന വിഭാഗം തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളെയും അവയുടെ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹത്തെ അറിയാത്തവരും നിന്റെ ഏകപുത്രനിൽ വിശ്വസിക്കാത്തവരുമായവരെ പരിശുദ്ധ സഭയിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ലോകത്തെയും കുടുംബത്തെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും
സകലത്തിലുപരിയായി നിന്നെ സ്നേഹിക്കുവാനും തങ്ങളെ തന്നെ മുമ്പിൽ സമർപ്പിക്കുവാനും അതുവഴി അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാനും ഇടയാക്കണമേ. ദമ്പതിമാർ സമൂഹത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരും സകലരെയും സ്നേഹവാന്മാരും ഉൾക്കൊള്ളുന്നവരും മുതിർന്നവരോടുള്ള കടപ്പാട് അർഹമായ രീതിയിൽ അനുവർത്തിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ. മാതാപിതാക്കൾ തങ്ങളുടെ സന്താനങ്ങളെ നൽകേണ്ട വഴിയിൽ അഭ്യസിപ്പിക്കുന്നവരും സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനുമായി തീരണമേ. പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നന്മയിൽ പതിർപ്പോവാതെ വിശ്വാസത്തോടും സമചിത്തതയോടും അവയെ സഹിക്കുവാനും നേരിടുവാനുള്ള ആത്മാത്മീയ ശക്തി കുടുംബങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവയെ പോലെ പറയുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ തുണർത്തുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കുടുംബങ്ങൾക്ക് നീ നൽകണമേ. അനുദിനമുള്ള കുടുംബ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ആരാധനാ ജീവിതവും ക്രിസ്തീയ കുടുംബത്തിന്റെ അടിസ്ഥാന പ്രമാണമായി അംഗീകരിക്കുവാനും ആധുനിക കുടുംബജീവിതത്തിലുണ്ടാകാവുന്ന പാളിച്ചകളും ശൈഥില്യവും ഇല്ലാതാക്കുവാനും പ്രായാധിക്യത്തിലും ശാരീരിക അസ്വസ്ഥതകളിലും ഇരിക്കുന്ന മാതാപിതാക്കളോട് സ്നേഹബഹുമാനങ്ങളോടെ പെരുമാറുവാനുള്ള സന്മനസ് കുടുംബാംഗങ്ങളുണ്ടാകുവാനും നീ കൃപ ചെയ്യണമേ. സഭാവിശ്വാസം പഠിക്കുന്നതിനുമുള്ള താല്പര്യം കുടുംബാംഗങ്ങളിൽ നീ ഉളവാക്കുമാറാകണമേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തിനെ ശരിയായി കാര്യവിധാനം ചെയ്യുവാനും അതിഥി സൽക്കാരം ആചരിപ്പാനും എല്ലാ കുടുംബങ്ങളെയും നീ പ്രാപ്തരാക്കണമേ. ഇടവകളുടെ ആത്മീയ വളർച്ചയ്ക്കും സഭയുടെ നന്മയ്ക്കുമായി പ്രവർത്തിക്കുവാൻ യുവജന പ്രസ്ഥാന
സഹായിപ്പാനും ഞങ്ങൾക്ക് സന്തതിയാക്കണമേ. തങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കഷ്ടപ്പാടുകളെ ഓർത്ത് നിരാശപ്പെടുകയോ പിറുപിറുക്കുകയോ ചെയ്യാതെ ലഭിക്കുന്ന നന്മകളെ ഓർത്ത് സന്തോഷിക്കുവാനും നിന്നെ സ്വന്തം ചെയ്യുവാനും അവരെ പഠിപ്പിക്കണമേ. ദൈവിക വാഗ്ദാനങ്ങളുള്ള സ്മൃതി, അമിതമായ സ്വാസ്ഥ്യം എന്നീ വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമിതമായ ദൈവയാഗ്രഹത്തിൽ നിന്നും പ്രതിഫലമായ സേവനത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദുർവികാരങ്ങൾ, ദുശീലങ്ങൾ, അശുദ്ധമായ പെരുമാറ്റങ്ങൾ എന്നിവയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്ദിയില്ലായ്മ എന്നീ കുറവുകളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ സന്യാസ പ്രസ്ഥാനങ്ങളെയും വിശേഷ ദേവാകൾ, മഠങ്ങൾ, ശ്രീകാദാസ സമൂഹം, സുവിശേഷ സംഘങ്ങൾ എന്നിവയെ നീ അനുഗ്രഹിക്കണമേ. അനേകരെ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കത്തക്ക വിധം മാതൃകാ ജീവിതം നയിക്കുവാൻ എല്ലാ ആശ്രമസ്ഥരെയും നീ ഒരുക്കണമേ. ബോധ്യമുള്ളവർക്ക് കൂടുതൽ പ്രചോദനവും ആത്മീയതയും പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ അനേകം ധ്യാനപിതാക്കന്മാർ ആശ്രമങ്ങളിൽ നിന്നും വളർന്നു വരുവാൻ നീ സഹായിക്കണമേ. ആശ്രമപ്രസ്ഥാനങ്ങൾ വിളിച്ചു പോകാതെ കൂടുതൽ ശക്തിയാർജിച്ച് വളരുവാനും അതിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സ്നേഹത്തിലും സർവ്വനത്തിലും ഒരുമനപ്പെട്ട് ജീവിപ്പാൻ നീ കരുണ ചെയ്യണമേ. ചെയ്തവനായ കർത്താവേ, മനുഷ്യ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ പ്രവേശിക്കുന്നവർക്ക് സമ്പൂർണ്ണ ആരോഗ്യം അനുഭവിക്കുവാനും കൃപയുള്ളണമേ. ശാരീരികമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ക്യാൻസർ, കുഷ്ഠമേറ്റ്, കരൾ സംബന്ധമായ മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ഏവരെയും നീന്തൽപ്പൺ പാർക്കണമേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാവർക്കും നിരാശ, നിസ്സഹായത, വ്യാകുലത മുതലായവയിൽ നിന്ന് നീ മോചനം കൊടുക്കണമേ. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, കൃഷിച്ച ജീവിതക്രമം എന്നിവ മൂലം വ്യഥാനുഭവിക്കുന്നവർക്ക് ആശ്വാസവും യഥാർത്ഥ മനപരിവർത്തനവും ഉണ്ടാക്കുവാൻ നീ ഇടയാക്കണമേ. രോഗികളെ പരിചരിക്കുന്നവർക്ക് ക്ഷമ, സഹാനുഭൂതി എന്നിവ നൽകി ഈ ചെറിയവരിലൊരുവൻ ചെയ്യുന്നതെല്ലാം കർത്താവിന് ചെയ്യുന്നുവെന്ന ബോധ്യത്തോടെ സ്നേഹത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ നീ സംഗതിയാക്കണമേ. പരിശുദ്ധ സഭയുടെ ആഭിമുഖ്യത്തിലും അല്ലാതെയും നടത്തുന്ന എല്ലാ ആദര ശുശ്രൂഷ സംരംഭങ്ങളെയും അനുഗ്രഹിക്കണമേ. ആശുപത്രികൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയെ നീ വാഴ്ത്തണമേ. ആദര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സ്നേഹത്തോടും ജാഗ്രതയോടും
എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് അഖില ലോക സഭാ കൗൺസിൽ, സഭകളുടെ ദേശീയ കൗൺസിൽ, കേരള സഭാ കൗൺസിൽ എന്നിവയെയും YMCA, YWCA, SCM, WSCF, ബൈബിൾ സൊസൈറ്റി മുതലായ പ്രസ്ഥാനങ്ങളെയും ഞാൻ ഗ്രഹിക്കണമേ. സഭകൾ തമ്മിൽ ഔദ്യോഗികമായും അനൗദ്യോഗികമായും നടത്തപ്പെടുന്ന ശ്രമങ്ങൾ ശുഭമായി തീരുവാൻ സഭാ നേതാക്കൾ പരിശുദ്ധാത്മ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. രാജാതിരാജാവും കർത്താതികർത്താവും സർവശക്തനുമായ ദൈവമേ, രാജ്യത്വവും അധികാരവും ശക്തിയും ആധിപത്യവും എന്നേക്കും നിന്റേതാകുന്നല്ലോ. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സംസ്ഥാനത്ത് കാത്തുകൊള്ളി. കാലാകാലങ്ങളിൽ നിന്റെ ഇഷ്ടപ്രകാരം ഉത്തമ മാതൃകയിൽ അതിനെ ഭരിച്ചു നടത്തുന്ന ഭരണാധികാരികളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന വിവിധ രംഗങ്ങളിലുള്ള അധികാരികളെയും ഉദ്യോഗസ്ഥന്മാരായ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും അവരുടെ ക്ഷേമത്തിന് മത്സ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനനന്മയെ ലക്ഷ്യമില്ലാത്താക്കിയും സ്വാർത്ഥത വെടിഞ്ഞും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നും ഭരിപ്പാനും തീരുമാനം കൈക്കൊള്ളുവാനും ഞങ്ങളുടെ ഭരണാധികാരികളെ വിവേകമുള്ളവരാക്കി തീർക്കണമേ. നീതിയോട് നിന്റെ തിരുവിഷ്ടത്തിന് നിരക്കുന്ന തരത്തിലും സകലവും പ്രവർത്തിക്കുവാൻ അവരെ നീ സഹായിക്കണമേ. സമാധാനപൂർണമായ മനുഷ്യ ജീവിതത്തിന് ഉതകുന്ന നല്ല കാലങ്ങളും സ്വർഗീയ ദാനങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. വേനലും മഞ്ഞും മഴയും അതാത് കാലത്തുണ്ടായി കൃഷികളെയും മനുഷ്യരുടെ എല്ലാ നല്ല അധ്വാനങ്ങളെയും ഫലപ്രദമാക്കണമേ. പ്രകൃതിയെ നശിപ്പിക്കുന്ന ദോഷത്തിൽ നിന്നും അമിതമായ ആഡംബരങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ലളിതമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, നിന്റെ ദാനങ്ങൾ സകല മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണെന്ന ബോധത്തോടെ ജീവിക്കുവാനും ലോകത്തിൽ നീതിയും പരസ്പര സ്നേഹവും വളർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഭൂമിയിൽ ജീവിക്കുകയും സകലത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ജീവൻ അപേക്ഷണീയമായ വെള്ളത്തെയും വായുവിനെയും മണ്ണിനെയും സകല മാലിന്യത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കുവാനുള്ള വേഗം ഞങ്ങൾക്ക് നൽകണമേ. ആവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും കിടപ്പാടവും ഇല്ലാത്ത നിന്റെ മക്കളെ ഓർത്ത് അധാർമികമായ സമ്പത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിനെതിരെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് നിന്റെ സകല സൃഷ്ടിയോടും ചേർന്ന് നിനക്ക് സ്തുതി പാടുവാൻ